കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിഫ്റ്റ്. ട്രാവലിംഗ് ഷിഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഐതിഹ്യങ്ങളും അതേപോലെ കുറേ എന്താ പറയുക മനോഹരമായ ഒരു പടുകൂറ്റൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വന്നത്. എന്തായാലും നമുക്ക് ക്ഷേത്രം കാണണ്ടേ, അപ്പോൾ നമുക്ക് നേരെ പോയി കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൂടൽമാണിക്യം ക്ഷേത്രം. ഇത് ചുമ്മാ ഒരു ക്ഷേത്രം എന്ന പേരിൽ ഇത് വലിയതായതല്ല. ഇതിൻ്റെ പേരിൽ വലിയ കഥകളൊക്കെ ഉണ്ട്, വലിയ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏക ഭരത ക്ഷേത്രമാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു അമ്പലത്തിനും. പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനുള്ളിൽ, ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ എന്താണ് പറയുക, ഈ തുളസി ചെടിയൊന്നും വളരില്ല എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ദേവന് അതൊരു തുളസി ചെടിക്ക് പോലും ആ ഒരു എന്താ ബ്ലെസ്സിങ്സ് എല്ലാം ആ ഒരു ഭരതദേവന് കിട്ടണം എന്ന് കരുതിയിട്ടുള്ളതായ ഇങ്ങനെ ഒരു ഐതിഹ്യമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാഴ്ച കൊടുക്കുന്നത് 101 താമരപ്പൂ വെച്ചിട്ടുള്ള ഒരു മാലയാണ് ഇവിടെ നമ്മൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു പടുകൂറ്റൻ അമ്പലമാണ്. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെയുള്ള ഏക ഭരതക്ഷേത്രമാണ്. പിന്നെ ഇത് ഒരു 4 അമ്പലങ്ങളിൽപ്പെട്ട ഒരു അമ്പലം കൂടിയാണിത്. എന്ത് മനോഹരമാണല്ലോ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ. നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനായിട്ട് പറഞ്ഞു. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിക്കാം. അപ്പോൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ അറിവിനെക്കാളും കൂടുതൽ നമ്മൾ കുറച്ചൊന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് പേടയായിട്ട് കിട്ടുമല്ലോ. കുറച്ചും കൂടി സെറ്റപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമുക്ക് അവിടെ കുറേ പേരുണ്ട്. അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. സമ്മതിക്കുമല്ലോ എന്ന് അറിയില്ല, എല്ലാം നമുക്ക് ചോദിക്കാം. നല്ലൊരു ക്ഷേത്രമാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് സമർപ്പണമൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ 101 പൂ വെച്ചിട്ടാണ്, താമരപ്പൂ വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യലായിട്ട് ഇവിടെ? അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് വരില്ല. കാരണം ഞാൻ ഉള്ളിലേക്ക് അങ്ങനെ പ്രവേശനം ഇല്ല. എനിക്ക് പുറത്തിരുന്നുള്ള ഒരു ഇത് മാത്രം കാണാം. ഈ നാട്ടുകാരില്ലേ, അതെയോ? അത്ര മാത്രം എനിക്ക് അറിയുള്ളൂ. കാരണം ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ വളരെ ക്യാമാണ്. ഇനി കൊറോണ ഇതൊക്കെ കാരണം കൊണ്ടാണ്. ഓക്കെ. ഇപ്പം എങ്ങനെയാ, ഇപ്പോൾ തുറക്കാറുണ്ടോ? ഇപ്പോൾ ഇത് കാലത്ത് തുറക്കാറുണ്ടല്ലേ? കാലത്ത് തുറക്കും, വൈകിട്ട് തുറക്കും. അതെയോ? ഓക്കെ. ഭയങ്കര വലുപ്പമുള്ള ക്ഷേത്രം. ഇന്ത്യയിൽ തന്നെ ഉള്ള ക്ഷേത്രമാണ് ഭരതക്ഷേത്രം. അങ്ങനെ ഓക്കെ. ഈ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഓക്കെ. ഈ ശരിക്കും 4 അമ്പല യാത്ര എന്ന് പറഞ്ഞാൽ എന്താ? 4 അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജ്യേഷ്ഠന്യന്മാർ, ഇത് ഭരതസ്വാമി. ഓക്കെ. പറയാറുള്ളത് ശ്രീരാമസ്വാമി. ഓക്കെ. പിന്നെ എറണാകുളം ജില്ല മൂഴിക്കുളം, ഓക്കെ, അത് ലക്ഷ്മണൻ. ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 3-5 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് മറ്റേ ശത്രുഘ്ന ക്ഷേത്രം. അപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം മറ്റേ അത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ അമ്മ. ഓക്കെ. ഇത് ഇവര് ചേട്ടനിയന്മാരുടെ അങ്ങനെ വരും ഇവിടെ ഭയങ്കര. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ തുളസി ചെടിയുടെ ഒരു അത്ഭുതം ഉണ്ട്. ഉണ്ടാവില്ല, കാണില്ല. അത് കാണാൻ സമയത്തിൽ വളരെ അപൂർവമാണ്.
ആ ഓക്കെ. ശരിക്കും അമ്പലങ്ങളിലൊക്കെ തുളസി അതൊരു ഒന്നിച്ച് തൊട്ട് ഉണ്ടാവില്ല. പിന്നെ അതേമാതിരി തന്നെ ഈ ഇതിന്റെ അപ്പുറത്ത് തീർത്ഥക്കുളം അമ്പലത്തിന്റെ അപ്പുറത്ത് ഒരു വലിയ 2 ഏക്കറോളം വരുന്ന നമ്മൾ എങ്ങനെ പറ്റിച്ചാലും ഒരു കുളം എങ്ങനെ നമ്മൾ പറ്റിച്ചാലും ഒരു തവളനെ അല്ലെങ്കിൽ എന്തിനും ഒരു സാധനം കാണില്ലേ. അതൊക്കെ ഭയങ്കര അത്ഭുതം തന്നെ. അതെ അല്ലേ. ശരിക്കും ഇപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ ഇങ്ങനത്തെ ഒരു അത്ഭുതം ഉണ്ടാവുമെന്ന് പറയുന്നത് തന്നെ വലുതാണ്. ഞാൻ അത്രയും വന്നത് ഞാൻ കേട്ടിട്ട് വരണതാണ്. കണ്ടില്ലേ പുല്ല് പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും തപ്പി നോക്കിക്കോ, ഒരു തുളസിയുടെ അല്ല കിട്ടില്ല. ഇല്ല, വലിയൊരു അത്ഭുതം തന്നെയുള്ളത് ശരിക്കും. അപ്പോൾ ശരിട്ടോ, താങ്ക്സ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു സജീവൻ. ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാണല്ലോ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഓരോ സ്ഥലങ്ങൾ നമ്മുടെ ഇരിഞ്ഞാലക്കുട കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിരുന്നു, പക്ഷേ എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കേട്ടറിവുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വലിയ താങ്ക്സ് ചേട്ടാ. പിന്നെ വിഘ്നേശ്വരൻ പഴയ ഉള്ളിലില്ല, ഉള്ളിൽ സംഗമേശ്വരൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. വിഘ്നേശ്വരൻ അവിടെ അങ്ങനെ 2 ക്ഷേത്രങ്ങളിലൊക്കെ വിഘ്നേശ്വരൻ്റെ ഉള്ളിലാണ്. അതെ 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 അതെ. ഓക്കെ. വിഘ്നേശ്വരൻ ഒരു ദൈവങ്ങളും ഇല്ല, പരത്തസ്വാമി മാത്രമേ ഉള്ളൂ. പിന്നൊക്കെ സങ്കല്പം. ശരി, താങ്ക്സ് ചേട്ടാ. താങ്ക് യു. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പുരിയല്ലേ? ഇപ്പോൾ കേൾക്കാനുള്ളതും പറയാനുള്ളതൊക്കെ ഗംഭീരമായിട്ട് കേട്ടില്ലേ. പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആൾക്കാർ ഫ്രീ ആയി കഴിയുമ്പോഴാണ് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ. പെട്ടെന്ന് ചാടി കയറി പോയി ചോദിച്ചാൽ അവർ ബിസിയുള്ള സമയത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള നമ്മൾ കേട്ടറിഞ്ഞ അത്ഭുതങ്ങളും നമ്മൾ ഇവരെ അവിടുത്തെ ആൾക്കാർ കണ്ടറിയുന്ന അത്ഭുതങ്ങളും. വളരെ അടിപൊളിയാണ് ഈ സ്ഥലവും ഈ പരിസരവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ചേട്ടൻ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തിയേക്ക്. അതായത് ഇത് നമ്മളെ പരിചയം ചേട്ടനെ വഴി കണ്ടപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നമ്മൾ വിളിച്ച് എവിടേക്കാണ് പോണേന്നൊക്കെ ചോദിച്ചു. ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? ശരി, വളരെ സന്തോഷം. ഓക്കെ ചേട്ടാ. ഓക്കെ, താങ്ക് യു. കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ പുള്ളി നമ്മളെ വിളിച്ചു. ഹലോ, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. കുറച്ചതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. എനിക്കങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരാളെ വീഡിയോ കാണാറുണ്ട്. എൻ്റെ വീട് കോണത്തുനിന്നാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്താ പറയുക, അപ്പോൾ ആ വഴി പുള്ളീനെ കാണാൻ തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏതോ ഒരു വഴിക്കൂടെ പിന്നെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കണ്ടില്ലേ. അധികം നേരം നമുക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഈ കൊറോണ പേടിയുള്ളതുകൊണ്ടേ അവിടെ ആൾക്കാരുണ്ട്, എന്നാലും എല്ലാവരും അങ്ങ് മാറിപ്പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ എവിടെ നിന്ന് വന്നതാണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ആൾക്കാരങ്ങനെ പോകുന്നത്. ആൾക്കാർക്കും പേടി ഉണ്ടാവില്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് സമ്പർക്കത്തിലൂടെയാണ്. അപ്പോൾ ചേട്ടൻ വണ്ടി നിർത്തി നമ്മൾ വിളിച്ച കേട്ടോ. അവിടെ ഒരു ടേൺ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആളിങ്ങനെ നോക്കാം, നമ്മുടെ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. എന്തായാലും ഇന്നിവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രീം നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പൊടി. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുളമാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഭാഗം വലിയുള്ള കുളം പുറകിലാണ്. ആ ചേട്ടൻ പറഞ്ഞ കുളമൊക്കെ പുറകിലാണ്. ഇതാണ് ആ ക്ഷേത്രം. നമുക്ക് ഇവിടെ നിന്ന് മനോഹരമായിട്ട് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഇത്ര കാലം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തൊന്നും അധികം പോയിട്ടില്ല. പക്ഷേ പുറത്ത് പോകാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ സൈക്ലിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഇതിപ്പോൾ ആദ്യം ഒരു യൂതന്മാരുടെ പള്ളിയുടെ വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത വീഡിയോ സൈക്ലിങ്ങിൻ്റെ ചെയ്ത വീഡിയോ ആണ് മറ്റേ നമ്മുടെ നിറം ഷൂട്ട് ചെയ്ത സ്ഥലം. പിന്നെ അതേപോലെ തന്നെ ആ മറ്റേ ലൊക്കേഷൻ പുതിയ മുഖം ഷൂട്ട് ചെയ്തത് 2020 ഷൂട്ട് ചെയ്ത് ആ ലൊക്കേഷൻ കാണിച്ചു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് എന്താ പറയുക, ഈ കൂടൽമാണിക്യമാണ്. പിന്നെ ഒരു ഓഫ് റോഡ്, എനിക്ക് ഓഫ് റോഡ് കിട്ടും കേട്ടോ. ഒരു ഓഫ് റോഡ് റൈഡ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളൂ, സൈക്ലിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി വന്നു. ഒരു ചേട്ടൻ നമ്മുടെ കണ്ടു, നമ്മുടെ അടുത്ത് പറഞ്ഞു വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. മാസ്ക് ഞാൻ സൈക്കിളിൽ കയറി മറ്റേ ട്രൈപോഡിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസ്ക് അഴിക്കാൻ പറഞ്ഞു. ഇനി ഒറ്റ കയ്യിൽ ഇനി ട്രൈപോഡും കൂടി ഇതും കൂടി വിട്ട് അതും കൂടി അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വല്ല തെങ്ങും പറമ്പിൽ കിടക്കും. വലിയ ബാലൻസ് ഇല്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മളിനി വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റപ്പാക്കി എടുക്കും, നമ്മൾ തകർക്കും. പിന്നെ നമുക്ക് നേരെ
അങ്ങോട്ട് വിടാം, വീട്ടിലോട്ട് വിടാം. അതിന് മുമ്പ് നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ ഞങ്ങൾ കാലത്ത് ചായ കുടിക്കാൻ കയറുന്നൊരു ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സൈക്കിൾ ചവിട്ടാൻ പോകും. നല്ല രസമാണത്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്നതിലും കാട്ടിലും ഇഷ്ടം അവരുടെ ഒപ്പം സൈക്കിൾ ഇങ്ങനെ പോകാനാണ്. ഒരു മിനിറ്റ്, ഞാൻ മാസ്ക് ഒന്ന് മാറ്റട്ടെ കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി വരുന്നതിനേക്കാളും ഇഷ്ടം അവരുടെ ഒപ്പം സൈക്കിൾ ചവിട്ടി വരാനുണ്ട്. കാരണം അത് വേറെ ലെവലാണ്. മോർണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് സൈക്ലിങ്ങിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വേറൊരു ദൂരെ നാളത്തേക്കുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത്, ചിലപ്പോൾ തൊട്ട് വരുന്ന ദിവസമായിരിക്കും ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. എന്നാലും അതൊക്കെ ഭയങ്കര വണ്ടി വന്നപ്പോൾ ബ്രേക്ക് പിടിച്ചാട്ടോ. തൊട്ടടുത്ത് ചിലപ്പോൾ വരുന്ന ദിവസമായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. എന്നാലും അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്, ഭയങ്കര മിസ്റ്ററി ആയിട്ട്. അതായത് എപ്പോഴും ആ പള്ളിയുടെ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞോളൂ, മിസ്റ്ററി എന്നേ വരുന്നുള്ളൂ. അതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. നമുക്കിനി നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഈ റൂട്ടിൽ കൂടെ പോയാലും നേരെ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ നടൻ്റെ വീടുണ്ട് കേട്ടോ. കിട്ടു സിനിമ നടൻ്റെ വീടുണ്ട്. ആ സിനിമ നടൻ്റെ വീട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോകുക, ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പഠിക്കാം, ഒരു ചായയും കുടിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ടോവിനോൻ്റെ വീട്, പിന്നെ ഒരു ഓഫ് റോഡിന് ഒക്കെ ഇരിഞ്ഞാലക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കൂടെ ഭാഗത്തോടെയാണ് പോയത്. പക്ഷേ ഈ സംഭവം ഞാൻ മിസ് ചെയ്തു. എന്താണെന്ന് കാണണ്ടേ, വേറെ ഒന്നുമല്ല, ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനി. അത് ഇരിഞ്ഞാലക്കുടയിലുണ്ട്. വേറെ എവിടെ ഉണ്ടെന്നൊക്കെ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇരിഞ്ഞാലക്കുടയിലുള്ള സംഭവമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വേഗം പോയി കണ്ടോ. ഇതാ കണ്ടോ, ദൂരെ കാണുന്ന ബോർഡ് കണ്ടോ. ആ ബോർഡിൽ കഴിക്കണ്ട ചന്ദ്രിക SP പ്രൊഡക്ട്സ് ചന്ദ്രിക കണ്ടോ. MO റോഡ് ഇരിഞ്ഞാലക്കുട 680121. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് നോക്കാം കേട്ടോ. വ്യക്തമായി കാണിച്ചു തരാം. നോക്കിക്കോ, കണ്ടോ, ചന്ദ്രിക പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി. ചന്ദ്രികയുടെ സിമ്പിളുണ്ടോ, ചന്ദ്രികയുടെ സിമ്പിളുണ്ടോ. ഇതാണ് ആ കമ്പനി. ഇപ്പോൾ റണ്ണിങ് ആണോ അല്ലയോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ക്ലോസ്ഡ് ആണ് എല്ലാം. ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കൊന്നും അങ്ങനെ അകത്ത് കയറാൻ പറ്റില്ല. നമ്മുടെ സൈക്കിളോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാമെന്ന് ചോദിച്ച് ഓടി വന്നതാണ്. അപ്പോൾ ഇതുപോലെ അല്ലാതെ തന്നെ ഈ ചന്ദ്രികയുടെ അല്ലാതെ തന്നെ KPL സുധി എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ പാക്കറ്റിലൊക്കെ പറഞ്ഞാൽ നോർമലായിട്ട് നമ്മുടെ റേഷൻ കടയിൽ ഈ പ്രാവശ്യത്തിൻ്റെ കിറ്റിലുണ്ടായിരുന്നു ആ സംഭവം, ആ എണ്ണ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനത് ഇരിഞ്ഞാലക്കുടയിലുള്ളതെന്ന് ഓർത്തത്. അത് ഇരിഞ്ഞാലക്കുടയുണ്ട്. നമ്മൾ ഈ പോണ വഴിക്കാണ്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ, പോണ വഴിക്ക്. അപ്പോൾ അതും കണ്ടേക്കോ. അപ്പോൾ ചന്ദ്രികയുടെ കമ്പനി കണ്ടില്ലേ, നമുക്ക് ആ കമ്പനിയും കൂടി കാണാം. അപ്പോൾ എന്തായാലും ഇനി ചായ കൊടുക്കാൻ നടക്കില്ല എന്ന് തോന്നുന്നു. ഇനി അവിടെ പോകുമ്പോഴേക്കും ആ കട അടിക്കും. അത് കുറച്ച് നേരം ഉണ്ടാവാറുള്ളൂ. കാലത്ത് 6 മണിക്ക് തുറക്കും, വൈകിട്ട് 6 മണിക്ക് തുറക്കും. അവിടെ എല്ലാ പരിപാടിയും തീർന്നു. അങ്ങനെയാണ് അവിടെ. അത്രയും പെട്ടെന്ന് തീരും. അത്രയും വടയൊക്കെ പൊരിയണം. എന്തായാലും നമുക്ക് വേറെ ദിവസം വരാം. എൻ്റെ വട മിസ്സായിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല, ഇത് കാണിച്ചു തരാൻ മതി. നിങ്ങൾക്ക് പറ്റിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ആ KPL സുധി എന്ന് പറഞ്ഞൊരു ഓയിൽ കമ്പനിയും കൂടി കാണിച്ചു തരാം. അതും ഇവിടെ ആ വഴിക്കൂടെയൊക്കെ മോർണിംഗിലെ സൈക്കിൾ റൈഡൊക്കെ പോകുന്ന സമയത്ത് നല്ല ഓയിലിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. അടിപൊളി കോക്കനട്ട് ഓയിലിൻ്റെ. ഇവിടെ നിൽക്കുമ്പോഴും നല്ല ചന്ദ്രിക സോപ്പിൻ്റെ, ചന്ദ്രിക സോപ്പിട്ട് ഞാനിപ്പോൾ കുളിച്ച് പുറത്തിറങ്ങി ആരോ അടുത്തൂടെ പോയ പോലെ, അല്ലെങ്കിൽ ഞാൻ കുളിച്ചിറങ്ങിയ മണം ഫീലൊക്കെയാണ്. ആ കമ്പനിയാണ് ഈ കാണുന്നത്, നേരത്തെ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലേക്ക് വിട്ടാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി ഒരു പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഒരു അടിപൊളി പള്ളിയാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഡിസൈനും. ഇതിൻ്റെ ഒരു പുറമേ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലുക്കുണ്ട്. അവിടെ കണ്ട ഒരു ചെറിയൊരു കൽക്കുരിശാണ്. മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ. പിള്ളേരൊക്കെ തിരികെത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഒരു ബൈ പറയാം. ഒരു കൊച്ചു ബൈ, ഷോർട്ട് ബൈ. കാരണം ഇപ്പം നമ്മളിനി പോയി എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇരുട്ടും. കാരണം നല്ല വിഷ്വൽസ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് വീഡിയോ അങ്ങ് ബ്രേക്ക് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യല്ല, ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരയ്ക്കുമുള്ള ഒരു ചിന്ന ബ്രേക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പള്ളിയുടെ വെച്ച് നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. പിന്നെ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ബെല്ലൈക്കൺ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ നീല തമ്പിലൈനില്ലേ, നല്ല ലൈക്ക് ബട്ടൺ, അതിനൊന്ന് നീളം പൂശിയേക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ.
അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.